കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പുക ഉയർന്നത് ബാറ്ററിയിലെ ഇന്റേണൽ ഷോർട്ടേജ് എന്ന് പ്രാഥമിക റിപ്പോർട്ട്. CPU യൂണിറ്റിലെ ഒരു ബാറ്ററി ചൂടായി ബൾജ് ചെയ്തെന്നും ഇത് പിന്നീട് പൊട്ടിത്തെറിച്ച് തീ പടർന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനിടെ മെഡിക്കൽ കോളേജിലെ പഴയ അത്യാഹിത വിഭാഗം പ്രവർത്തന സജ്ജമാക്കി. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ജില്ലാ ഫോറൻസിക് വിഭാഗവും നടത്തിയ പരിശോധനയിലാണ് UPSന്റെ ബാറ്ററി തകരാർ കണ്ടെത്തിയത്. CPU യൂണിറ്റിൽ തീപിടിക്കാൻ കാരണം ബാറ്ററിയിലെ ഇന്റേണൽ ഷോർട്ടേജാണ്. ഇത് കാരണം ഒരു ബാറ്ററി ചൂടായി ബൾജ് ചെയ്ത് പൊട്ടിത്തെറിച്ചു. 34 ബാറ്ററികളാണ് നശിച്ചത്. UPS മുറിയിലുണ്ടായ അപകടത്തെ തുടർന്ന് പുക കെട്ടിടത്തിൽ മുഴുവനായി വ്യാപിച്ചു. ഇതിനിടയിൽ മെഡിക്കൽ കോളേജിൽ പഴയ കാഷ്വാലിറ്റി താൽക്കാലികമായി പ്രവർത്തന സജ്ജമാക്കി. ഉച്ചവരെ നമ്മുടെ കുറച്ച് ആൾക്കാർ ബീച്ചിലുണ്ട്. ആ ക്രൗഡ് മാനേജ്മെന്റ് നോക്കാൻ. അത് കഴിഞ്ഞ് വൈകുന്നേരത്തോടു കൂടിയിട്ട് ഇവിടെ ഇന്ന് 8 മണിക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തു. വൈകുന്നേരത്തോട് ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് ഇവിടെ തന്നെയാണ്. രാവിലെ മുതലാണ് അത്യാഹിത വിഭാഗത്തിലെ സേവനങ്ങൾ ലഭ്യമാക്കി തുടങ്ങിയത്. മീഡിയ 1 കോഴിക്കോട്.